സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യത്തിന് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഇന്നലെ, ഞാനൊരു കാര്യം ചോദിച്ചിരുന്നില്ല. കാരണം കുറേ പ്രശ്നങ്ങൾ, അവിടുന്ന് പ്രശ്നം, ഇവിടുന്ന് പ്രശ്നം, അതിനിടയിൽ അവിടുന്ന് ചോദ്യം ചെയ്യുന്നു, ഇവിടുന്ന് ചോദ്യം ചെയ്യുന്നു, പത്രക്കാർ പിന്നെ എടുത്തു വെച്ചങ്ങ് എഴുതുന്നു, ടി വിയിൽ വരുന്നു. എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം നടന്നത്? സത്യം പറഞ്ഞ ശ്രീമരട്ടെ, അതൊരു കാലഘട്ടപ്പെട്ടു പോയൊരു സാധനമാണ്. അതായത് കോടതി തന്നെ തള്ളി പോയി. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഫുട്ബോൾ ആയിരുന്നാലും ക്രിക്കറ്റ് ആയിരുന്നാലും ശരി, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടങ്കാല് വെച്ച് തരും ഒന്ന് തള്ളി വീഴ്ത്താൻ വേണ്ടി. പിന്നെ നല്ല പ്ലെയർ ആണെങ്കിൽ, ചേട്ടൻ ശ്രദ്ധിക്കണം, നല്ല പ്ലെയർ ആണെങ്കിൽ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാനുണ്ടാവും. അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞത്, അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു. പക്ഷെ നല്ല പ്ലെയർ, ഈ പറഞ്ഞതുപോലെ ഒരു നല്ല പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ അതിലൊന്നും തട്ടി വീഴാതെ, വീണാൽ തന്നെ എണീറ്റ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള എന്താണ് ആക്ച്വലി വാട്ട് വാസ് ദാറ്റ് ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. ആ കോൺട്രവേഴ്സിയിൽ അല്പത്തരിമ്പും സത്യമില്ല എന്നുള്ളത് കോടതി കണ്ടു. അത് സിനിമയെന്നായിരുന്നോ അതോ? സിനിമയല്ല കേട്ടോ, ബിസിനസ്സിൽ കച്ചവടത്തിന്റെ. എന്ത് കച്ചവടമായിരുന്നു? നമുക്ക് ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ കച്ചവടത്തിലുണ്ട്. അപ്പൊ അതിലുണ്ടായ ഒരു അങ്ങനെ മറ്റു ബിസിനസ് ഉണ്ടായിരുന്നു. അതിലുണ്ടായ ഒരു സംഭവ വികാസമാണത്. അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പ് 2009 നടന്നൊരു സാധനമാണ്. അപ്പം സിനിമ തന്നെ ഒരു ബിസിനസ് ആണ്. ടെക്സ്റ്റൈൽ ബിസിനസ് എങ്ങനെയാണ്? കൊള്ളാവും, നല്ല ബിസിനസ്സാണ് ആണ് അത്. അന്ന് തിരുപ്പൂരിൽ നിന്നൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമായിരുന്നു. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവം, എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഇപ്പം എല്ലാം ഓൺലൈനാണ്. ഇപ്പം എല്ലാം ഓൺലൈനാണ്. പിന്നെ അതിലൊരുപാട് അതിനെയും മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ നോർമലി അതിൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. എല്ലാ ഫീൽഡും അങ്ങനെയാണല്ലോ. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് പേരൊക്കെ രക്ഷപ്പെടും. അതെ, ആദ്യം കുറച്ച് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ടെക്സ്റ്റൈൽ ഓണേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ബോംബെയിലോ അല്ലെന്നുണ്ടെങ്കിൽ കാഞ്ചീപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ അവർ കുറേ ക്രെഡിറ്റ് കൊടുക്കും. അതെ, ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അത്രയും ദിവസത്തിനകം നമ്മൾ എടുത്ത് തിരിച്ചു കൊടുത്താൽ ക്രെഡിറ്റ്, സബ്സിഡി, അത് ചിലർ മിസ്യൂസ് ചെയ്യും. നല്ല അതിൽ രക്ഷപ്പെട്ട, അതിൽ തന്നെ നിന്ന് രക്ഷപ്പെട്ട ഈ റെഡ്ഡീസ്, അതുപോലെ തന്നെ ഒരുപാട് പേര് അതിന് കൂടെ നിൽക്കണം. തിരുപ്പൂർ അതിന്റെ ഏരിയ തന്നെ ഏരിയ ആണ്. ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സവാരി ഗിരിഗിരിയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ. മൈ ബോസ് എന്ന ചിത്രത്തിൽ സായ് കുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ പ്രഭാകർ വർമ്മ, ബി പ്രഭാകര വർമ്മ, സി പ്രഭാകര രാജവർമ്മ. പ്രഭാകരൻ, പ്രഭാകര രാജ. പ്രഭാകരൻ വർമ്മ. പ്രഭാകരൻ വർമ്മ എ. ഞാൻ എടുത്തിട്ട് പൂട്ടി ഇവിടെ വെച്ചു, അവിടെ ഇരിക്കട്ടെ. വിജയകുമാർ മോഹൻലാലിനോട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയോട് അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിയോട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ ചിരിക്കാൻ കാര്യം? എന്നെ എടുത്തിട്ട് പൂട്ടാനുള്ള ചോദ്യം. ഞാൻ ഇതിൽ ആരെയാണ് ഇഷ്ടം എന്നല്ല ചോദിക്കുന്നത്. അങ്ങനല്ല, ഏത് കഥാപാത്രത്തിനോടാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് അടുപ്പം തോന്നിയത്? ഈ മൂന്ന് പേരുടെയും കൂടെ തലസ്ഥാനം തന്നെയാണ് എൻ്റെ ഇപ്പോഴും എനിക്കൊരു ഐഡന്റിറ്റി തന്ന കഥാപാത്രവും സിനിമയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് ഇപ്പം ശ്രീമരട്ടൻ പറഞ്ഞ പല കാര്യങ്ങളിലും ഫലിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ചേർന്നുണ്ടെങ്കിലും ആ സിനിമ ഒരുപാട്, എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു വിജയമാണ് ഇന്ന് തന്നെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തുന്നത്. അറിയപ്പെടുന്ന തന്നെ തലസ്ഥാനം അതിൽ അഭിനയിച്ച വിജയം. ഇപ്പോഴും പലയിടത്തും ഇത് കഴിഞ്ഞ ലൊക്കേഷനിൽ പോകുമ്പോൾ പോലും ആളുകൾ പറയണത് ആ സിനിമ ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പോൾ അത്രയും വർഷവും കഴിഞ്ഞിട്ടും അത് മനസ്സിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഏട്ടനായിരുന്നു അതിൽ. സുരേഷ് ഏട്ടനായിരുന്നു നരസിംഹത്തിലെ ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനുണ്ട്. അതെ, ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ഭാഗ്യം, അത് വേണമെങ്കിൽ ഞാൻ തുറന്നു തന്നെ പറയും. ഡയലോഗ് ഉണ്ടല്ലോ. ഉണ്ട്. അത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീമരട്ടൻ അവിടെ വന്നിരുന്നതും പാട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അതിൽ ഭയങ്കര ഒരു ഹ്യൂമർ നടക്കുന്നത്. നമ്മുടെ ആ ശ്രീമരട്ടൻ്റെ പാട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ശരിക്കും അത് 3 ദിവസമാണെന്ന് തോന്നുന്നു പ്ലാൻ. അപ്പം മഴ കാരണം അത് നീണ്ടുപോയി. അപ്പോൾ അങ്ങനെ നീണ്ടപ്പോൾ അതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഫോൻസ എന്ന് പറയുന്ന അവരുടെ ബ്രദറാണ് അതിൻ്റെ കൊറിയോഗ്രാഫർ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഇതാണല്ലോ. അപ്പം ലാലേട്ടനാണെങ്കിൽ ഈ നൃത്തത്തിൻ്റെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബിറ്റ് കിട്ടും.
അപ്പം വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോയി ചെയ്യണം. കാരണം ലാലേട്ടൻ പിന്നെ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എവിടെയെങ്കിലും തെറ്റിച്ചാൽ അവിടെ ഷാജി തെറിവിളി ഉറപ്പാണ്. അപ്പം ഞാൻ സാദിക്ക്, ഇർഷാദ്, കലാഭവൻ മണി. അപ്പോൾ കലാഭവൻ മണിയൊക്കെ അസലായിട്ട് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഒരു താന്തനൊക്കെ തയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സാദിക്ക് വന്നിട്ട് രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് നമുക്കറിയണമല്ലോ എന്താണ് റിസൾട്ട്, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. രഞ്ജിത്തേട്ടാ എങ്ങനെയുണ്ട്? ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എടാ ഞാൻ ആ സാഗര സംഗമം നിന്നെ വെച്ച് റീമേക്ക് ചെയ്താലോ എന്നാലും. അല്ല, മോഹൻലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവതാര പിറവികളുടെ രൗദ്രഭാഗം മുഴുവൻ ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹമെന്നാണ് കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇടയ്ക്കുള്ളൊരു ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഒരുപാട് പേര് അറിയാമല്ലോ ഡയലോഗിനൊക്കെ വേണ്ടി നമ്മൾ കൊതിച്ച് നിൽക്കുന്നൊരു കാലമൊക്കെ, അതും ലാലേട്ടൻ്റെ ഒരു ചിത്രത്തിലൊക്കെ എന്നൊക്കെ പറയുമ്പം. അപ്പം അതൊക്കെ എനിക്ക് എന്നെ തേടി വന്നതും ആ ഡയലോഗ് എനിക്ക് തന്നെ പറയാൻ പറ്റിയതും. ഇപ്പം ഈ അടുത്ത കാലത്ത് എല്ലാ മറ്റേ ട്രോളുകളും ഇത് വെച്ചിട്ടാണ് വരുന്നത്. ഇപ്പം നരേന്ദ്രമോദി മറ്റേ റെഡ് ഫോർട്ടിൽ വരുന്ന 6-ന്റെ മുമ്പേ എൻ്റെ ഇത് കാണും. പിണറായി വിജയൻ സാറ് മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇതാക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീമേട്ട ഈ അതിൻ്റെ ഡയറക്ടർ ഷാജി സാറിനോടും രഞ്ജിത്തേട്ടനോടും. കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ അന്നൊക്കെ ഡയലോഗിലൊക്കെ അതും ലാലേട്ടൻ്റെ പടത്തിലൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ കിട്ടി, അതങ്ങനെ പോയി. അപ്പം എ പ്രഭാകരൻ വർമ്മയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത്. എ പ്രഭാകരൻ വർമ്മ ഉത്തരം ശരിയാണല്ലോ. ഒന്ന് മാറിപ്പോയോ? ഇല്ല, ഒന്ന് സംശയിച്ചു. വിജയകുമാറിന് എവിടെ മാറാൻ? മാറ്റമില്ലാത്തൊരു മനുഷ്യനല്ലേ വിജയകുമാർ. താങ്ക് യു.